നമസ്കാരം. എല്ലാ മാന്യ പ്രേക്ഷകർക്കും ശ്രീഭദ്ര ജ്യോതിഷത്തിലേക്ക് സ്വാഗതം. നമ്മൾ ഗുരുപരമ്പരയായിട്ട് കൈമാറി വരുന്ന ജ്യോതിഷ തത്വങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഓരോ അധ്യായവും തയ്യാറാക്കി വരുന്നത്. അപ്പം ജ്യോതിഷത്തിലെ അടിസ്ഥാന തത്വങ്ങളെല്ലാം ഒരുപോലെയാണെങ്കിലും പല ഗുരുക്കന്മാരത് വ്യാഖ്യാനിക്കുന്നതിൽ നേരിയ വ്യത്യാസമുണ്ട്. അടിസ്ഥാന തത്വങ്ങളെല്ലാം ഒരുപോലെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പലഭാഗ ജ്യോതിഷം പറയുമ്പോൾ ചെറിയ വ്യത്യാസങ്ങൾ മറ്റു പല ആചാര്യന്മാരും പറയുന്നതിൽ നിന്ന് കുറച്ച് വ്യത്യാസങ്ങളൊക്കെ അനുഭവപ്പെട്ടേക്കാം. ജ്യോതിഷത്തെ പറ്റിയുള്ള ഏറ്റവും വലിയ വിമർശനം അതുതന്നെയാണ്. കൃത്യമായ ഒരു സിസ്റ്റം ഇല്ല എന്നാണ് പലരും അതിനെ വിമർശിക്കാറുള്ളത്. പക്ഷേ സിസ്റ്റം ഉണ്ട്. ഓരോ ആചാര്യന്മാരും പറയുന്നത് അവരവരുടെ ഗുരുക്കന്മാർ പകർന്നു കൊടുത്ത തത്വങ്ങൾ അനുസരിച്ചാണ്. അപ്പോൾ ഇന്ന് നമുക്ക് നോക്കാനുള്ളത് ഈ ചൊവ്വയുടെ രാശി മാറ്റവുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ്. ചൊവ്വ ജൂൺ 1-ാം തീയതി സ്വക്ഷേത്രമായ മേടക്കൂറിലേക്ക് കടക്കുകയാണ്. മീനം രാശിയിൽ രാഹുവുമായിട്ട് ചേർന്നായിരുന്നു ഇത്രയും ദിവസം സഞ്ചാരം. കഴിഞ്ഞ 1.5 മാസത്തോളമായിട്ട് മീനം രാശിയിൽ സഞ്ചരിക്കുകയായിരുന്നു. ജൂൺ 1-ാം തീയതി ആകുമ്പോഴത്തേക്ക് അത് മേടം രാശിയിലേക്ക് സംക്രമിക്കും. അപ്പോൾ മേടം രാശി ചൊവ്വയുടെ സ്വന്തം രാശിയാണ്, സ്വക്ഷേത്രമാണ്, വളരെ ആധിപത്യമുള്ള രാശിയുമാണ്. മേടവും വൃശ്ചികവുമാണ് ചൊവ്വയുടെ ആധിപത്യമുള്ള രാശികൾ. അപ്പോൾ ഈ ചൊവ്വ എന്ന് പറയുന്നത് ഒരു ആഗ്നേയ ഗ്രഹമാണ്. ചൊവ്വ എന്ന് പറയുന്നത് അഗ്നിഗുണമുള്ള, ചൂട് ഗുണമുള്ള ഒരു ഗ്രഹമാണ്. ആ ചൂട് എന്ന് പറയുന്നത് നമ്മൾ സ്വതവേ പറയുന്ന ചൂടാകാം, അതുപോലെ തന്നെ ദേഷ്യം, മുൻകോപം അതിൻ്റെ സൂചനയാകാം, എടുത്തുചാട്ടം അതിൻ്റെ സൂചനയാകാം, കാര്യങ്ങൾ മുൻപിൽ നിന്ന് നയിക്കാനുള്ള കഴിവ്. ജ്യോതിഷത്തിൽ ചൊവ്വയെ സേനാനായകനായിട്ടാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ഒരു വലിയൊരു പടയെ നയിക്കാനുള്ള ഒരു കഴിവാണ് ഈ ചൊവ്വ നൽകുന്നത്. അതുപോലെ തന്നെ നമ്മുടെ യൗവനം ചൊവ്വ നൽകുന്നതാണ്. ചൊവ്വയുടെ ആധിപത്യം ഉണ്ടെങ്കിൽ, ചൊവ്വയുടെ അനുഗ്രഹം ഉണ്ടെങ്കിൽ, എന്ന് പറഞ്ഞാൽ അനുഗ്രഹം എന്നും പിന്നെ ദോഷം എന്നൊക്കെ പറയുന്നത് എന്താണ്? ആ ചൊവ്വയുടെ എലമെൻറ്റ്സ് നമ്മുടെ ശരീരത്തിൽ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ചൊവ്വയുടെ അനുഗ്രഹം ഉണ്ടെങ്കിൽ, ചൊവ്വ ഗുണകരമായിട്ടാണ് നമ്മുടെ ജനന സമയത്ത് നിന്നിരുന്നതെങ്കിൽ നമ്മുടെ യൗവനമൊക്കെ നല്ല എപ്പോഴും ചുറുചുറുക്കുള്ള ഒരു സ്വഭാവമായിരിക്കും. എത്ര വയസ്സായാലും ഉള്ളിൽ നല്ല യൗവനമായിരിക്കും. അതാണ് ചൊവ്വയുടെ ഒരു ഗുണം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നായകത്വം, ഏതൊരു സ്ഥലത്ത് ചെന്നാലും ഒരു നായകത്വം ചൊവ്വ നമുക്ക് നൽകും. ചൊവ്വയെ നമ്മൾ ഭൂമിപുത്രൻ ആയിട്ടാണ് കരുതുന്നത്. കുജൻ എന്നാണ് പറയുന്നത്. കുജൻ എന്നാണ് ജാതകത്തിൽ അടയാളപ്പെടുത്തുന്നത്, കു എന്ന്. അപ്പോൾ കുജൻ എന്ന് പറഞ്ഞാൽ ഭൂമിയുടെ പുത്രൻ എന്നാണ് അർത്ഥം. പിന്നെ നമ്മൾ അങ്കാരകൻ എന്ന് പറയും, കത്തി ജ്വലിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ചൂട് സ്വഭാവമുള്ള ഒരു ഗ്രഹമാണ്. പിന്നെ അങ്ങനെ ഒരുപാട് പേര്, മംഗളൻ എന്നും ചൊവ്വയ്ക്ക് പേരുണ്ട്. മംഗളമായ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നൽകാനായിട്ട് ചൊവ്വയ്ക്ക് സാധിക്കും. അപ്പോൾ അതിനെപ്പറ്റിയൊക്കെ പിന്നീട് പറയാം. അപ്പോൾ ആദ്യം നമുക്ക് ഈ മേടക്കൂറിൽപ്പെട്ട അശ്വതി, ഭരണി, കാർത്തിക നക്ഷത്രക്കാർക്ക് ചൊവ്വ നൽകുന്ന ഫലങ്ങളെപ്പറ്റി നോക്കാം. ഫലഭാഗം പറയുന്നതിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ഗുണകരമായ കുറേ സമയങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരാറുണ്ട്. ആ സമയം നന്നായിട്ട് ഉപയോഗപ്പെടുത്തുകയാണെങ്കിൽ നമുക്ക് ജീവിതത്തിൽ ഒരുപാട് പ്രയോജനം ഉണ്ടാക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ പ്രതികൂല സന്ദർഭമുണ്ട്, അതിനെപ്പറ്റി ഒന്ന് അറിഞ്ഞിരിക്കുകയാണെങ്കിൽ ഒരു മുൻകരുതലെടുക്കാനും നമുക്ക് സാധിക്കും. മാനസികമായിട്ടും ശാരീരികമായിട്ടൊരു തയ്യാറെടുപ്പിന് സാധിക്കും. അപ്പോൾ ഇതുകൊണ്ടാണ് ഈ ഫലഭാഗം വീണ്ടും പറഞ്ഞു പോകുന്നത്. അപ്പോൾ മേടക്കൂറിൻ്റെ ഫലങ്ങൾ, ചൊവ്വ സംക്രമം കൊണ്ടുള്ള ഫലങ്ങൾ നോക്കിയാൽ മേടക്കൂറിലേക്കാണ്, അല്ലെ മേടൻ രാശിയിലേക്കാണ് ചൊവ്വ വന്നെത്താൻ പോകുന്നത്. അപ്പോൾ മേടക്കൂറുകാരായ അശ്വതി, ഭരണി, കാർത്തിക നക്ഷത്രക്കാരെ സംബന്ധിച്ച് അവരുടെ ജന്മരാശിയിലാണ്, അല്ലെ ജന്മക്കൂറിലാണ് ചൊവ്വ സഞ്ചരിക്കാൻ പോകുന്നത്. അപ്പം ഗുണഫലങ്ങൾ വർദ്ധിക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ അതിന് മറ്റൊരു കാരണം കൂടി ഉണ്ട്. എന്താണ്? വ്യാഴവും ശുക്രനും സൂര്യനും തൊട്ടടുത്ത രാശിയായ, രണ്ടാമത്തെ രാശിയായ ഇടവത്തിലാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ശുക്രനും ബുധനും ചന്ദ്രനും ഒക്കെ വളരെ പെട്ടെന്ന് അടുത്ത രാശിയിലേക്ക് കടന്നു പോകുന്ന ഗ്രഹങ്ങളാണ്. എങ്കിൽ ഈ സൂര്യനും വ്യാഴവും രണ്ടിലുള്ളത് കൊണ്ട് തന്നെ മേടക്കൂറിന് കുറേയേറെ ഗുണഫലങ്ങൾ കിട്ടും. അതോടൊപ്പം മേടക്കൂറിൻ്റെ അധിപനായ ചൊവ്വ കൂടെ വന്നെത്തുന്നതോടുകൂടി അവർക്ക് ആധിപത്യമുള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ കുറേയേറെ കാര്യങ്ങളിൽ, ജീവിതത്തിലെ കുറേയേറെ മേഖലകളിൽ ആധിപത്യം സ്ഥാപിക്കാൻ അവർക്ക് സാധിക്കും. ഗുണഫലങ്ങളായിരിക്കും കൂടുതൽ. ആത്മശക്തി വർദ്ധിക്കും. നമുക്ക് നമ്മളെപ്പറ്റി തന്നെയുള്ളൊരു ആത്മവിശ്വാസം ഉണ്ടല്ലോ, അത് വളരെയേറെ കൂടുന്ന ഒരു സമയമാണ്. അതുപോലെ തന്നെ ആജ്ഞാശക്തിയും വർദ്ധിക്കും. നമ്മൾ പറയുന്ന കാര്യങ്ങൾ മറ്റുള്ളവർ അനുസരിക്കുകയും അല്ലെങ്കിൽ അനുസരിപ്പിക്കാൻ കഴിയുകയൊക്കെ ചെയ്യും. ഒരു സൂപ്പർവൈസറി പോസ്റ്റുകളിൽ ഇരിക്കുന്ന ആളുകൾക്ക്, അതായത് നമ്മൾ മറ്റുള്ളവരെ നിയന്ത്രിക്കുന്ന ഒരു സുപ്പീരിയർ ഓഫീസറായിട്ട് ഇരിക്കുന്ന ഒരു ആളാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു മേലധികാരിയായിട്ട് എന്തിൻ്റെ ആണെങ്കിലും, നമ്മൾ ഒരു സ്ഥലത്ത് ചെയ്യുന്ന പണിയുടെ സൂപ്പർവൈസറാകാം, അല്ലെങ്കിൽ ഒരു ഓഫീസിലെ സൂപ്രണ്ടാകാം, അങ്ങനെ അല്ലെങ്കിൽ MD ആകാം. നമ്മൾ പറയുന്ന കാര്യങ്ങൾ മറ്റുള്ളവർ
ശിരസാ വഹിച്ച് അത് ചെയ്യാനായിട്ട് തയ്യാറാകും. അപ്പോൾ അത് നല്ലൊരു ആജ്ഞാശക്തി നമുക്ക് നൽകും. നമ്മുടെ ആശയങ്ങൾ നന്നായിട്ട് പ്രാവർത്തികമാക്കാൻ സാധിക്കും. അപ്പോൾ നല്ല ആശയങ്ങളുള്ള വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം നല്ല രീതിയിൽ പ്രവർത്തിച്ച് പ്രായോഗിക തലത്തിൽ അത് കൊണ്ടുവരാനായിട്ട് സാധിക്കും. അത് സ്ഥാപനത്തിന് വളരെയേറെ ഗുണകരമായിട്ട് മാറുന്നതുമാണ്. ചിലർ കുറ്റമൊക്കെ പറയും, ഇയാളുടെ ഭരണം ഞങ്ങൾ സഹിക്കുന്നില്ല എന്നൊക്കെ ചിലപ്പം പറഞ്ഞേക്കാമെങ്കിലും അവരും നമ്മൾ എന്ത് പറഞ്ഞാലും അനുസരിക്കാൻ അവരുടെ മനസ്സങ്ങനെ ആയിപ്പോകും. അത്രയ്ക്കും ആജ്ഞാശക്തി നമുക്ക് ലഭിക്കും. പിന്നെ ശരീരത്തിൽ ചൂട് കൂടിയിരിക്കുന്നതായിട്ട് അനുഭവപ്പെടും. അപ്പോൾ മഴയൊക്കെ പെയ്തു, മഴക്കാലം ഒക്കെ വരുന്നു. ജൂണിലൊക്കെ വർഷം നമ്മുടെ മഴയൊക്കെ കൂടുതലായിട്ട് കിട്ടുന്ന സമയമാണെങ്കിൽ പോലും ശരീരത്തിന് എപ്പോഴും ഒരു ചൂടായിരിക്കും അനുഭവപ്പെടുന്നത്. അതുപോലെ തന്നെ സാഹസികമായ പല പ്രവൃത്തികളിലും ഏർപ്പെടാനുള്ള ഒരു മാനസിക കരുത്ത്, സാഹസിക പ്രവൃത്തികളിലേക്ക് ഏർപ്പെടാനുള്ള ഒരു പ്രവണത എപ്പോഴും ഉണ്ടാകുന്നതാണ്. ബിസിനസ്സിലൊക്കെ ആണെങ്കിൽ ഈ സാഹസം എന്ന് പറയുന്നത് നമ്മൾ പഠിച്ചിട്ടാണ് ചെയ്യുന്നതെങ്കിൽ, നമ്മൾ അതിനെപ്പറ്റി മനസ്സിലാക്കിയിട്ടാണ് ചെയ്യുന്നതെങ്കിൽ പുതിയ പുതിയ വെഞ്ചേഴ്സ് അല്ലെങ്കിൽ പുതിയ പുതിയ മേഖലകളിലേക്കുള്ള വാതിലുകൾ നമുക്ക് തുറന്നു തരും. വളരെ ഗുണകരമായിരിക്കും. അപ്പോൾ ആ ധനഭാവത്തിൽ 2ൽ നിൽക്കുന്ന വ്യാഴവും ശുക്രനും സൂര്യനും ഒക്കെ നമുക്ക് നല്ല രീതിയിൽ ഇത് പ്രയോജനപ്പെടുത്തി തരും. ആ അവസരം പ്രയോജനപ്പെടുത്താനായിട്ട് ഉപകരിക്കും. വ്യാഴം ഏതായാലും കുറേ നാളത്തേക്ക് മേടം രാശിക്കാരുടെ 2ലുണ്ട്. മേടക്കൂറിൻ്റെ 2ൽ വ്യാഴം കുറേ കാലത്തേക്ക് സഞ്ചരിക്കുന്നുണ്ട്. ഇപ്പം മെയ് 1 തീയതി ഇടവത്തിലേക്ക് വന്നതല്ലേ ഉള്ളൂ. അപ്പം ധനഭാവത്തിൽ വ്യാഴം നിൽക്കുന്നു. ധനകാരകനും കൂടിയായ ധനദാതാവായ വ്യാഴം നിൽക്കുന്നു. അധികാരം നൽകുന്ന സൂര്യൻ നിൽക്കുന്നു. വാക്കിൻ്റെ ഭാവം കൂടിയാണ് 2ാം ഭാവം. നമ്മുടെ വാക്കിന് സൂര്യനെ കൊണ്ടുള്ള ആജ്ഞാശക്തി ലഭിക്കുന്നു. ചൊവ്വയെ കൊണ്ടുള്ള ഊർജം ലഭിക്കുന്നു. വ്യാഴത്തിനെ കൊണ്ടുള്ള ധനികത്വം അല്ലെങ്കിൽ ധനവാനാകാനുള്ള ആ ഒരു യോഗം കൂടെ നിൽക്കുന്നു. അപ്പം നമ്മുടെ ഓരോ വാക്കിനും വിലയുണ്ട്. വാക്കിന് വിലയുണ്ട് എന്ന് പറയില്ലേ? 2 തരത്തിലാണ്. വാക്ക് പറഞ്ഞാൽ അത് പാലിക്കാൻ സാധിക്കും. ആ വാക്ക് ഉപയോഗിച്ച് അതിന് മൂല്യമുള്ള എന്തെങ്കിലും പ്രവർത്തനം ചെയ്യാനായിട്ട് സാധിക്കും. മത്സരങ്ങളിൽ എതിരാളികളെ പരാജയപ്പെടുത്താനായിട്ട് സാധിക്കും. പക്ഷേ പങ്കാളികളുമായിട്ടുള്ള ബന്ധം അത്ര സ്മൂത്ത് ആയിരിക്കില്ല. ദാമ്പത്യത്തിൽ പോലും അല്പം സ്വസ്ഥത കുറയാനുള്ള സാധ്യതയുണ്ട്. വീഴ്ച, മുറിവ് തുടങ്ങിയ കാര്യങ്ങൾക്ക് സാധ്യതയുണ്ട്. സാഹസിക പ്രവർത്തനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പം നമുക്ക് തോന്നും നമ്മുടെ പഴയ ആ യൗവനമൊക്കെ ഒന്ന് വീണ്ടെടുക്കാം എന്ന് വിചാരിച്ച് ഇച്ചിരി പ്രായമൊക്കെ ഉള്ളവർ കുന്നു കയറാനും അല്ലെങ്കിൽ കുറച്ച് സാഹസിക പ്രവൃത്തികളിലോ അല്ലെങ്കിൽ നമ്മളിപ്പം ഈ വീഗാലാൻഡ് ഒക്കെ പോലുള്ള സ്ഥലത്ത് പോയിട്ട് റൈഡുകളിലൊക്കെ കയറുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള പ്രവണത ഉണ്ടാകും. ധൈര്യവും വീര്യവും വീണ്ടും വരും. അല്ലെങ്കിൽ പുതിയ ചില കാര്യങ്ങൾ ചാടിക്കയറി ചെയ്യാനുള്ള പ്രവണതയൊക്കെ ഉണ്ടാകും. നമ്മളെപ്പോഴും അതിനെപ്പറ്റി മനസ്സിലാക്കിയിട്ട് ചെയ്താൽ മതി, പ്രായോഗികമായിട്ട് ചെയ്താൽ മതി. അത് വിജയത്തിൽ നമുക്ക് എത്തിക്കാം. അത് നന്നായിട്ട് എൻജോയ് ചെയ്യുകയും ചെയ്യാം, നന്നായിട്ട് ആസ്വദിക്കാനും സാധിക്കും. അപ്പം വീഴ്ച മുറിവൊക്കെ അതുമായിട്ട് ബന്ധപ്പെട്ടാണ്, നമ്മുടെ സാഹസവുമായിട്ട് ബന്ധപ്പെട്ടാണ് ഉണ്ടാകാൻ സാധ്യതയുള്ളത്. പഴയ കടബാധ്യതകൾ പലതും വീട്ടാനായിട്ട് സാധിക്കും. പഴയ കടബാധ്യതകൾ ഓർത്തിരുന്ന് വീട്ടാനായിട്ട് നമുക്ക് സാധിക്കും. അതാണ് ഈ സമയത്ത് നമ്മളതിനെപ്പറ്റി ഓർമ്മിക്കുകയും നമുക്കത് നല്ലൊരളവ് വരെ വീട്ടിയെടുക്കാൻ സാധിക്കുകയും ചെയ്യും. അതിനുള്ള പൈസയൊക്കെ വന്നു ചേരും. സഹോദരങ്ങളിൽ നിന്നും ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതാണ്. പിന്നെ നമ്മൾ പെട്ടെന്ന് അങ്ങ് ഫീൽ ചെയ്യും ഓരോരോ കാര്യങ്ങൾ. വൈകാരിക വിക്ഷോഭങ്ങൾ നമുക്ക് ഉണ്ടാകാനുള്ള ഒരു പ്രവണത ചൊവ്വ മൂലം ഉണ്ടാകും. ജന്മക്കുറി ചൊവ്വ സഞ്ചരിക്കുമ്പോൾ വൈകാരികമായ പൊട്ടിത്തെറികളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതൊന്ന് നിയന്ത്രിച്ചാൽ മതി. അപ്പോൾ ഈ പെട്ടെന്ന് നമ്മൾ പറയുന്ന കാര്യങ്ങൾ ഇപ്പം സാധിച്ചു കിട്ടണമെന്നായിരിക്കും നമ്മുടെ ഒരു മനസ്സിലെ ചിന്ത. എപ്പോഴും അത് പ്രായോഗികമാകണമെന്നില്ല. കാരണം മറ്റ് ചെയ്യേണ്ടത് മനുഷ്യരാണല്ലോ. അപ്പോൾ ആ ഒരു ആനുകൂല്യം അവർക്ക് കൊടുക്കണം. നമ്മുടെ താഴെയുള്ള ജോലിക്കാരും അല്ലെങ്കിൽ നമ്മുടെ പങ്കാളിയും അത് മനുഷ്യരാണ്. അവർക്കൊരു അല്പസമയം കൊടുക്കണമെന്നുള്ള ഒരു യുക്തിബോധം നമുക്ക് ഉണ്ടായിരിക്കണം. അല്ലെങ്കിലാണ് ഈ പൊട്ടിത്തെറി ഉണ്ടാകുന്നത്. ജോലിയിൽ പുതിയ ഉത്തരവാദിത്തങ്ങളൊക്കെ തേടി വരും. ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട് യാത്രകൾ വേണ്ടി വരും. ആ യാത്രയൊക്കെ നല്ല ഉത്സാഹത്തോടു കൂടി തന്നെ ചെയ്യാനായിട്ട് സാധിക്കും. കുടുംബത്തിൽ പൊതുവെ സന്തോഷം അനുഭവപ്പെടുന്ന സമയമാണ്. ദാമ്പത്യ ജീവിതത്തിൽ ചെറിയ സംഘർഷങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ടെങ്കിലും, സംഘർഷമല്ല അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ടെങ്കിലും സന്തോഷകരമായിരിക്കും. ആരോഗ്യം തൃപ്തികരമായിരിക്കും. നേട്ടങ്ങൾ ധാരാളമായിട്ട് ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു കാലഘട്ടമാണ്. അശ്വതി, ഭരണി, കാർത്തിക നക്ഷത്രക്കാർ ദയവ് ചെയ്ത് അവർ ജോലിക്കൊക്കെ അപേക്ഷിക്കുമ്പം നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. ഇൻ്റർവ്യൂവിന് അറ്റൻഡ് ചെയ്യുമ്പോൾ വേഷവിധാനത്തിലും പെരുമാറ്റത്തിലും ഉൾപ്പെടെ നന്നായിട്ട് ശ്രദ്ധിച്ചുകൊണ്ട് പോവുക. ഇപ്പം നിങ്ങൾക്ക് ജോലിക്കുള്ള ഒരുപാട് സാധ്യതകളുണ്ട്. ഇപ്പോഴുള്ള എല്ലാ ഗ്രഹനിലകളും വളരെ അനുകൂലമായിട്ട് നിൽക്കുന്ന സമയമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ രാഹു 12ൽ നിൽക്കുമ്പോൾ രാഹു കുറേ ആനുകൂല്യങ്ങൾ തരും എന്നുള്ളതൊരു സത്യമാണ്. രാഹു പാപഗ്രഹമാണ്.
12 നിൽക്കുമ്പോൾ കുറേ ദോഷഫലങ്ങളുണ്ടെങ്കിലും കുറേ ധനവും കുറേ ആനുകൂല്യങ്ങളും നൽകുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടുകൂടെയാണ് പറയുന്നത്. അപ്പോൾ 2-ൽ വ്യാഴവും സൂര്യനും നിൽപ്പുണ്ട്. പിന്നെ തൊട്ട് പുറകിൽ മേടത്തിൻ്റെ തൊട്ട് പുറകിലുള്ള രാശിയായ മീനത്തിൽ രാഹു നിൽപ്പുണ്ട്. അപ്പോൾ ഇതൊക്കെ കൊണ്ട് നമ്മൾ നോക്കുമ്പോഴത്തേക്കും വളരെ ഗുണകരമായ അവസ്ഥ ഉണ്ടാകും. പിന്നെ ചൊവ്വ ജന്മരാശിയിൽ സഞ്ചരിക്കുമ്പോഴുണ്ടാകുന്ന ഈ പൊട്ടിത്തെറികളൊക്കെ നമ്മളൊന്ന് മുൻകരുതലെടുക്കുക. അതൊരു വഴക്കിലേക്കോ ഒരു പിൽക്കാല സംഘർഷങ്ങളിലേക്കൊന്നും പോകാതെ ഒരു മുൻകരുതൽ എടുക്കുക. ഇതാണ് നമുക്ക് പറയാൻ സാധിക്കുന്നത്. ബിസിനസ്സിൽ നല്ല ലാഭമുണ്ടാക്കാൻ സാധിക്കും. ബിസിനസ് നന്നായിട്ട് ധൈര്യപൂർവ്വം ചെയ്യുക. നന്നായിട്ട് അതിൻ്റെ ചുറ്റുപാടുകൾ മനസ്സിലാക്കുക. പുതിയ ക്ലയൻസ് അല്ലെ കസ്റ്റമേഴ്സ് നിങ്ങൾക്ക് വന്നെത്തും. അവരെ നന്നായിട്ട് സ്വീകരിക്കുക. അവരോട് വഴക്കിനൊന്നും പോകരുത് എന്ന് വിചാരിച്ച് അവർക്ക് കീഴടങ്ങി നിൽക്കുകയും വേണ്ട. നമുക്കൊരു സൗഹൃദപരമായ ഒരു സമീപനത്തിലൂടെ നമ്മുടെ ബിസിനസ് നന്നായിട്ട് വളർത്തിയെടുക്കാനായിട്ട് സാധിക്കും. കാരണം എന്താണ്, ജന്മരാശിയിൽ ചൊവ്വ സഞ്ചരിക്കുമ്പം ശത്രുവിൻ്റെ ദോഷം നമുക്ക് നന്നായിട്ട് ഒതുക്കാനായിട്ട് സാധിക്കും, ലീഡ് ചെയ്യാനും സാധിക്കും കാര്യങ്ങൾ. അതുകൊണ്ടാണ് ഇത് പ്രത്യേകമായിട്ട് എടുത്തു പറയുന്നത്. പിന്നെ ഉഷ്ണരോഗങ്ങളെയൊക്കെ ഒന്ന് ശ്രദ്ധിച്ചോളുക. ചൂട് ശരീരത്തിന് വർദ്ധിക്കുമ്പോൾ നല്ല ജ്യൂസുകളും അല്ലെങ്കിൽ ശരീരം തണുപ്പിക്കാനുള്ള ഭക്ഷണങ്ങളും ജ്യൂസും ഒക്കെ കുടിക്കുക. ആരോഗ്യകാര്യങ്ങളിൽ ഒന്ന് ശ്രദ്ധിച്ചുകൊള്ളുക. ചൂട് കൂടുക എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിനെയും സംസാരത്തെയും ചിന്തയൊക്കെ ബാധിക്കുമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഈ 3 നക്ഷത്രക്കാരതൊന്ന് ശ്രദ്ധിച്ചുകൊള്ളുക. ഇനി നമ്മൾ അശ്വതിയുടെ പ്രത്യേക ഫലം നോക്കുമ്പോൾ ഈ വ്യാഴത്തിൻ്റെ മൗഢ്യം മാറുന്നതോടുകൂടി അവർക്ക് ഗുണഫലങ്ങൾ വർദ്ധിക്കും. സൂര്യനും വ്യാഴവും കൂടെ ചേർന്ന് വരുമ്പോഴത്തേക്ക് ഒരു വ്യാഴത്തിൻ്റെ മൗഢ്യമാണ് കുറച്ച് ദിവസത്തേക്ക്. അതങ്ങ് മാറുന്നതോടുകൂടി ഗുണഫലങ്ങൾ അശ്വതിക്കാർക്ക് വർദ്ധിച്ചു വരും. ഉദ്യോഗത്തിൽ സ്ഥാനലബ്ധിക്കുള്ള അവസരമുണ്ടാകും. നയപരമായ തീരുമാനങ്ങൾ പലതും കൈക്കൊള്ളാനായിട്ട് സാധിക്കും. മേലധികാരികൾ അനുകൂലമായിട്ട് തീരുമാനങ്ങളെടുക്കും, പ്രമോഷനൊക്കെ തരും. അല്ലെങ്കിൽ നമ്മൾ കുറേ കാലമായിട്ട് ആവശ്യപ്പെടുന്ന ശമ്പള വർധനവ് ഈ സമയത്ത് നൽകും. വിദ്യാർത്ഥികൾക്ക് മികച്ച പരീക്ഷാ വിജയം സിദ്ധിക്കുന്നതാണ്. അതുപോലെ തന്നെ ഇനി വരുന്ന അക്കാഡമിക് ഇയറിൽ നമുക്കിഷ്ടപ്പെട്ട വിഷയങ്ങൾക്ക് പ്രവേശനം ലഭിക്കണമെന്നുണ്ടെങ്കിൽ അതും സാധിക്കുന്നതാണ്. നമുക്കിത് അന്ന് അനുകൂലമാകാൻ വേണ്ടിയിട്ട് കുറച്ചൊന്ന് പ്രാർത്ഥിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. കൂടുതലൊന്ന് പ്രാർത്ഥിക്കുക. നമുക്ക് ഇഷ്ടപ്പെട്ട വിഷയത്തിൽ തന്നെ പ്രവേശനം കിട്ടാനുള്ള യോഗമുണ്ട് ഈ സമയത്ത്. സാമ്പത്തികമായിട്ടും അശ്വതിക്കാർക്ക് ഗുണമുണ്ടാകാൻ പോകുന്ന സമയമാണ്. ഊഹക്കച്ചവടത്തിൽ പോലും ലാഭം പ്രതീക്ഷിക്കാവുന്ന കാലമാണ്. വീട് വെക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള സാഹചര്യങ്ങൾ ഇണങ്ങി വരുന്നതാണ്. സ്ഥലം വാങ്ങിക്കാനോ അല്ലെങ്കിൽ വീട് തന്നെ നമുക്ക് വാങ്ങിക്കാനായിട്ട് ലോണുകളൊക്കെ ശരിയാകുകയും നമുക്ക് അനുയോജ്യമായ സ്ഥലം, വീട് ഒക്കെ കണ്ടെത്താൻ സാധിക്കും. വാഹനത്തിൻ്റെ കാര്യത്തിലും നല്ലൊരു പരിധി വരെ അതിന് സാധ്യതയുണ്ട്. വാഹനം വാങ്ങിക്കാൻ ആഗ്രഹിച്ചിരിക്കുന്നവർക്ക് വിലയേറിയതോ വില കുറഞ്ഞതോ ആയ വാഹനം, അല്ലെങ്കിൽ നമുക്ക് സാഹചര്യം പോലെ എന്ന് പറയാം, നമ്മുടെ ഇപ്പോഴത്തെ ധനസ്ഥിതിക്ക് അനുസൃതമായ ഒരു വാഹനം വാങ്ങിക്കാനായിട്ട് സാധിക്കുന്നതാണ്. ഭരണി നക്ഷത്രക്കാരുടെ യോഗം നോക്കുമ്പോൾ ഭരണി നക്ഷത്രക്കാരുടെ നക്ഷത്ര ദശാധിപനായ ശുക്രൻ 2-ലുണ്ട്, ഇടവത്തിൽ ഉണ്ട്. അതുകൊണ്ട് തന്നെ കുടുംബ സൗഖ്യവും ധനപരമായിട്ടും ഗുണകരമാണ്. പിന്നെ വ്യാഴവും സൂര്യനും ഉണ്ടല്ലോ, അതുകൊണ്ട് ധനപരമായിട്ട് ഭരണി നക്ഷത്രക്കാർക്ക് കുറേയേറെ ഗുണം കിട്ടും. സദസ്സുകളിൽ നല്ല വാക്കുകൾ ഉപയോഗിച്ച് പ്രസംഗിക്കാനും ഒക്കെ സാധിക്കും. അതിലൂടെ അംഗീകാരം ലഭിക്കും. രാഷ്ട്രീയക്കാർക്കും പൊതുപ്രവർത്തകർക്കുമൊക്കെ ജനങ്ങളെ നന്നായിട്ട് സ്വാധീനിക്കാൻ കഴിയുന്ന സമയമാണ്. സമൂഹ ബഹുമാന്യത ഫലമായിട്ട് അനുഭവപ്പെടുന്നതാണ്. പ്രണയിക്കുന്ന ആൾക്കാർ തമ്മിൽ വളരെ ഐക്യത്തിലേക്ക് പോകുന്നതാണ്. അതായത് ചെറിയ പിണക്കങ്ങൾ പോലും അത് കൂടുതൽ ബോണ്ട് വർദ്ധിപ്പിക്കും. എന്ന് പറഞ്ഞാൽ ആ പരസ്പര ബന്ധം വർദ്ധിപ്പിക്കാനുള്ള കാര്യത്തിലേക്ക് പോകുന്നതാണ്. കലാപരമായ സിദ്ധികളൊക്കെ കൂടുതൽ പുഷ്കലമാകും എന്ന് പറഞ്ഞാൽ കൂടുതൽ പന്തലിക്കുന്നതാണ് വളർന്ന്. പുതുവസ്ത്രവും ആഭരണങ്ങളുമൊക്കെ സമ്മാനമായിട്ട് ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. നിലവിലെ ജോലി വിട്ട് മറ്റൊരു ജോലി തേടുന്നവർക്ക് കുറച്ചുകൂടെ നല്ല ശമ്പളവും ആനുകൂല്യങ്ങളുമുള്ള ജോലിയിലേക്ക് പോകാൻ സാധിക്കുന്നതാണ്. ഉന്നത വിദ്യാഭ്യാസത്തിന് പ്രവേശനം ലഭിക്കാൻ വിദ്യാർത്ഥികൾക്ക് സാധ്യതയുണ്ട്. പിതൃസ്വത്തൊക്കെ സംബന്ധിച്ച തർക്കങ്ങളിൽ തീരുമാനം ഉണ്ടാകുകയും സ്വത്ത് ലഭിക്കാനും ഒക്കെ സാധ്യതയുമുണ്ട്. അടുത്തത് കാർത്തിക നക്ഷത്രമാണ്. കാർത്തികയുടെ ആദ്യ പാദമാണ് മേടക്കൂറിൽ വരുന്നത്. എങ്കിലും നമുക്ക് കാർത്തികയുടെ പൊതുഫലം കൂടെ അങ്ങ് പറഞ്ഞു പോകാം. പൂർണ്ണമായിട്ടും കാർത്തിക നക്ഷത്രത്തിൻ്റെ ഫലം നമുക്ക് മനസ്സിലാക്കാം. അപ്പം വ്യാഴവും സൂര്യനും ജന്മ നക്ഷത്രത്തിൽ കൂടെ സഞ്ചരിക്കുന്നൊരു സമയമാണ് ഇപ്പോഴത്തെ പറഞ്ഞാൽ. എങ്കിലും നമുക്ക് ഗ്രഹ അവസ്ഥ നോക്കുമ്പോഴത്തേക്കും കാർത്തിക നക്ഷത്രത്തിൻ്റെ ആദ്യ പാദക്കാർക്ക് ചൊവ്വ മേടത്തിലേക്ക് വരുമ്പോൾ അവരുടെ ജന്മക്കൂറിലാണ്.
കാർത്തികയുടെ അവസാന മുക്കാൽ ഭാഗം വരുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം 12-ലാണ് ചൊവ്വ വരുന്നത്. അതിൻ്റേതായ ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടാകാം. എങ്കിൽ പോലും പൊതുവെ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കൊരു സമ്മർദ്ദം അനുഭവിക്കേണ്ടി വരുന്ന അവസ്ഥ കൂടുതലായിട്ട് ഉണ്ടാകും. എങ്കിലും ഏൽപ്പിക്കപ്പെട്ട ദൗത്യങ്ങളൊക്കെ കൃത്യമായിട്ട് പൂർത്തിയാക്കാനായിട്ട് സാധിക്കും. പ്രത്യേകിച്ച് മേടക്കൂറിൽപ്പെട്ട കാർത്തികക്കാർക്ക് കൂടുതൽ നന്നായിട്ടത് പൂർത്തിയാക്കാനായിട്ട് സാധിക്കും. ഇടവക്കൂറിൽപ്പെട്ട കാർത്തിക നക്ഷത്രക്കാർക്ക് സമ്മർദ്ദം കുറച്ച് കൂടുതലായിരിക്കും. സമയത്ത് തീർക്കാൻ പറ്റാത്ത എന്ന് പറഞ്ഞാൽ മറ്റു പല എൻഗേജ്മെൻറ്റുകളും വന്നു ചേരും. മറ്റു പല പ്രവർത്തനങ്ങളും ചെയ്യാനായിട്ട് നമ്മൾ നിർബന്ധിതരാകും ഈ സമയത്ത്. അപ്പോൾ ആദ്യം ഏറ്റെടുത്ത കാര്യങ്ങൾ കുറച്ച് താമസം ഉണ്ടാകും. അപ്പോൾ അതുകൊണ്ടുള്ള ഒരു സമ്മർദ്ദം അനുഭവപ്പെടും. എങ്കിലും അതുകൊണ്ട് ബുദ്ധിമുട്ടൊന്നും അധികം ഉണ്ടാകുകയില്ല. ഒരു അല്പം വിമർശനം നേരിടേണ്ടി വന്നേക്കാം എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ ഔദ്യോഗിക രംഗത്ത് മേടക്കൂറുകാർക്ക് കൂടുതൽ അനുകൂല ഫലങ്ങളും ഇടവക്കൂറുകാർക്ക് അല്പം കുറഞ്ഞുമായിരിക്കും ഫലം കിട്ടുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. ലോണിൻ്റെ തിരിച്ചടവിന് വേണ്ടിയിട്ട് സമ്മർദ്ദങ്ങൾ ഉണ്ടാകാം. മേടക്കൂറിൽപ്പെട്ട കാർത്തികക്കാർക്ക് ലോണുകൾ തിരിച്ചടയ്ക്കാൻ സാധിക്കും. ഈ മാസം അടുത്ത ഒരു 1.5 മാസത്തിനകത്ത് കുറേയേറെ കടങ്ങളൊക്കെ വീട്ടാനായിട്ട് സാധിക്കും. വ്യക്തിപരമായിട്ട് വാങ്ങിച്ച കടമെങ്കിലും കുറേയെങ്കിലും നമുക്ക് തീർക്കാനായിട്ട് സാധിക്കും. പിന്നെ ബാങ്കിൽ നിന്നൊക്കെ എടുത്തത് വലിയ തുകയാണെങ്കിൽ അത് പതുക്കെ പതുക്കെ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. വ്യക്തികളിൽ നിന്ന് നമ്മൾ ചെറിയ 5000 10,000 ഒക്കെ വാങ്ങിച്ചത് ഈ സമയത്ത് കൊടുത്തു തീർക്കാനുള്ള ധനം നമുക്ക് വന്നു ചേരും. ഇടവക്കൂറിൽപ്പെട്ട ആളുകൾക്ക് അതിനും കുറച്ച് കാലതാമസം ഉണ്ടായേക്കാം. പിന്നെ ജീവിത പങ്കാളിക്ക് ജോലി ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. അല്പം വൈകിയാണെങ്കിൽ പോലും നിയമനത്തിന് ഉത്തരവ് കിട്ടാനുള്ള ഒരു സാധ്യതയുണ്ട്. സർക്കാർ ജോലിയോ അല്ലെങ്കിൽ തത്തുല്യമായ പ്രൈവറ്റ് മേഖലയിലാണെങ്കിൽ സ്ഥിരതയുള്ളൊരു ജോലി ജീവിത പങ്കാളിക്ക് ലഭിക്കാൻ സാധ്യതയുണ്ട്. പിന്നെ വിദേശവുമായിട്ട് ഏതെങ്കിലും രീതിയിൽ ബന്ധപ്പെടാൻ സാധിക്കും. നമ്മളുടെ മക്കൾക്ക് വിദേശത്ത് പോകാനോ അല്ലെങ്കിൽ വിദേശത്തുള്ള മക്കൾക്ക് നാട്ടിൽ നിന്ന് സന്ദർശനത്തിന് വരാനോ ഒക്കെ സാധിക്കുന്ന കാലഘട്ടമാണ്. അത് നമുക്ക് ഒരുപാട് സന്തോഷം നൽകുന്ന കാര്യമാണ്. ധനപരമായിട്ട് നല്ല ഗുണം ഉണ്ടാകുന്ന സമയമാണ്. അതേസമയത്ത് ചിലവ് വർദ്ധിക്കും എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഇടവക്കൂറിൽപ്പെട്ട കാർത്തിക നക്ഷത്രക്കാർ ചിലവ് വർദ്ധിക്കാനുള്ള സാധ്യത വളരെ ശ്രദ്ധിക്കണം. അപ്പോൾ ധനത്തിൻ്റെ വരവുണ്ടാകും തീർച്ചയായിട്ടും. പക്ഷേ മേടക്കൂറിൽപ്പെട്ട കാർത്തികക്കാരേക്കാളും ഇടവക്കൂറുകാർക്ക് ചിലവിനുള്ള സാധ്യത കൂടുതലുണ്ട്. ദുർവ്യയം പോലും ഉണ്ടാകാം. എന്ന് പറഞ്ഞാൽ കൂട്ടുകാരുമൊത്ത് രസിക്കാനായിട്ട് വെറുതെ പൈസ ചിലവഴിച്ച് കളയുന്ന ചില സന്ദർഭങ്ങളും ഉണ്ടായേക്കാം. അതൊന്ന് സൂക്ഷിക്കുക, ഒരു മുൻകരുതൽ എടുക്കുക. പിന്നെ ഉഷ്ണരോഗങ്ങൾ, ആരോഗ്യ പ്രശ്നങ്ങൾ തുടങ്ങിയവ ഒരു പരിധിവരെയെങ്കിലും ബാധിച്ചേക്കാം കാർത്തിക നക്ഷത്രക്കാർക്ക്. അപ്പോൾ ഇതാണ് നമുക്ക് അശ്വതി ഭരണി കാർത്തിക നക്ഷത്രക്കാരുടെ ചൊവ്വ രാശിമാറ്റം കൊണ്ടുള്ള ഫലങ്ങളായിട്ട് പറയാനുള്ളത്. ഇനിയും കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ദയവായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ജ്യോതിഷത്തിൽ താല്പര്യമുള്ള നിങ്ങളുടെ പരിചയക്കാർക്കും സുഹൃത്തുക്കൾക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും അഭ്യർത്ഥിക്കുന്നു. എല്ലാവർക്കും എല്ലാ നന്മകളും ഉണ്ടാകട്ടെ. ഈ ഇടവമാസം മിഥുനമാസമൊക്കെ ഈ ചൊവ്വ നൽകുന്ന വീര്യം നിങ്ങൾക്ക് കൂടുതൽ ഗുണഫലങ്ങൾ ഉണ്ടാക്കാനായിട്ട് ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഈ 3 നക്ഷത്രക്കാരും അശ്വതി ഭരണി കാർത്തിക നക്ഷത്രക്കാർ ദേവിക്കും സുബ്രഹ്മണ്യ സ്വാമിക്കും വഴിപാടുകൾ ചെയ്യുന്നത് വളരെ ഉത്തമമാണ്. നവഗ്രഹ ക്ഷേത്രത്തിൽ അർച്ചനകൾ ചെയ്യുന്നത് വളരെ നല്ലതാണ്. അർച്ചന ചെയ്യുകയോ അല്ലെങ്കിൽ ഈ 9 ഗ്രഹങ്ങൾക്കും സൂര്യാദി നവഗ്രഹങ്ങൾക്കും നമുക്ക് ഓരോ വിളക്ക് തെളിയിച്ച് വെക്കാം. ശനിക്ക് എള്ളുതിരിയും മറ്റ് ഗ്രഹങ്ങൾക്ക് വിളക്കുമായിട്ട് വെച്ചാലും മതി. അല്ലെങ്കിൽ 9 ഗ്രഹങ്ങൾക്ക് നമുക്ക് ഓരോ വിളക്ക് തെളിയിച്ച് വെക്കാം. അപ്പോൾ ഇത് വളരെ ഗുണകരമാണ്. അപ്പോൾ ഇത് ചെയ്താൽ ഒരുപാട് ദോഷഫലങ്ങൾ ഒഴിഞ്ഞു പോവുകയും ഗുണഫലങ്ങൾ നന്നായിട്ട് കിട്ടുകയും ചെയ്യും. എല്ലാവർക്കും ദൈവാനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമസ്കാരം.